നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊന്ന് പ്രശാന്ത്ജി ഒന്ന് പശ്ചിമ ബംഗാളിലേക്ക് ഒന്ന് പോയി വരാം. കാരണം ഒരു പുതിയ പ്രവാചക അവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. അതായത് എന്തും വിളിച്ച് പറയും, എന്തും പ്രവചിച്ചു കളയും എന്ന് പറയുന്ന ജനങ്ങൾ. പക്ഷെ ആ പ്രവാചകയാണ് അതെ വീട്ടിലിരുത്തി. അപ്പം കൊൽക്കത്ത സെക്രട്ടറി ഇരുന്ന മുൻ മുഖ്യമന്ത്രിയല്ല, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ആ പ്രവാചകയാണ് ജനം ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം പ്രവാചക എന്തെങ്കിലും ഒരു ഭാഗ്യം പറയാൻ അല്ലെങ്കിൽ ജ്യോതിഷം പറയാനായിട്ട് പ്രവാചകയുടെ വീട്ടിന് മുന്നിൽ ആൾക്കാർ ഇപ്പോൾ ക്യൂ ആണെന്നാണ് പറയുന്നത്. പ്രവാചകയുടെ ഏറ്റവും പുതിയ പ്രവചനം, മമതാ ബാനർജിയുടെ ദീദി എന്നുള്ള പേരൊക്കെ പോയി. ഏറ്റവും പുതിയ പ്രവചനം, എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ കേന്ദ്ര സർക്കാർ താഴെ വീഴും, നരേന്ദ്രമോദി അധപ്പതിക്കും, തറയിലേക്ക് താഴെ ഇറക്കും എന്ന് വിടുന്ന. കാരണം സ്വന്തം സർക്കാരിനെ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത മമതാ ബാനർജി, പഴയ ദീദി, ഇപ്പോഴത്തെ അമ്മൂമ്മ, അവര് മോദിയെ താഴെ ഇറക്കാനായിട്ടുള്ള ഷെഡ്യൂൾ തുടങ്ങിയിട്ടില്ല. ഇടയ്ക്ക് മാർക്കണ്ഡേയ കഡ്ജു ഒരു പോസ്റ്റ് ഇടുന്ന ഈ മമതയെ ഒന്ന് പിടിച്ചു കെട്ടാൻ ബംഗാളിൽ ആളില്ലേ. അതിനൊരു മറുപടി വന്നത് അതിന് താങ്കളെക്കാൾ പറ്റിയ ഒരാളില്ല എന്നായിരുന്നു. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അശ്വമേധത്തിന് വന്ന കുതിരയെ പിടിച്ചു കിട്ടും. ആ ഒരു ആംഗിൾ. പക്ഷെ അതിന് മറുപടി വന്നത് ഈ മമതയെ കെട്ടും എന്നുള്ളതായി പോയി. പുള്ളിയും കുരുക്കിലായി പോയി. അതെ അതെ അതെ. അപ്പോൾ നാളെ ഉപതെരഞ്ഞെടുപ്പാണ് അല്ലേ? അതെ. അതായത് ഗോൾഡൻ ഹാർബർ അഭിഷേക് ബാനർജിയുടെ ലോക്സഭാ മണ്ഡലമായ ഡയമണ്ട് ഹാർബറിലെ നിയമസഭാ മണ്ഡലം ഫാൽത്ത എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ്, നിയമസഭാ മണ്ഡലത്തിൽ അന്ന് നടക്കാനിരുന്ന ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടായതിനെ തുടർന്ന് അവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മമതയുടെ കാര്യം പറഞ്ഞല്ലോ, പ്രവാചകയായിരിക്കണം. മമത പ്രവാചക ആയതുപോലെ തന്നെ ഈ ഫാൽത്ത മണ്ഡലത്തിൽ ഒരു വിസ്മയം, നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വിസ്മയം നടന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ അഭിഷേക് ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തൻ ആയ അവിടുത്തെ സ്ഥാനാർത്ഥി TMC നേതാവ് ജഹാംഗീർ ഖാൻ റീപോളിങ്ങിന് 2 ദിവസമുള്ളപ്പോൾ പിന്മാറി. അല്ല, തെരഞ്ഞെടുപ്പിൽ പിന്മാറി. ആള് മണ്ഡലത്തിലുണ്ട്. എന്റെ ചിഹ്നം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറിയിരിക്കുകയാണ്. പക്ഷെ നോമിനേഷനൊന്നും പിൻവലിക്കാൻ സാധിക്കില്ല, കാരണം നോമിനേഷൻ നേരത്തെ കൊടുത്തതാണല്ലോ. അപ്പോൾ അവിടെ റീപോളിംഗ് നടക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതേ സ്ഥാനാർത്ഥികൾ, അതേ ഇതൊക്കെ തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി ശരിക്കും ഈ ഖാനെ ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ് അല്ലേ? EVM വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുന്ന രാഹുൽ ഗാന്ധി ആണല്ലോ ഇങ്ങനെ വലിയ വിളിച്ചു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു തന്ത്രം ഖാൻ ഒന്ന് പറഞ്ഞു കൊടുക്കില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് ഒരു ചെറിയൊരു സത്യമുണ്ട്. ഈ ഫാൽത്തയിൽ EVM ക്രമക്കേട് നടന്നു. എങ്ങനെയാണ്? BJPയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും നമ്മുടെ താമര ചിഹ്നവും വരുന്നിടത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അവിടെ ഒട്ടിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അടങ്ങിയിരിക്കും. എന്ത് ചെയ്യുമായിരുന്നു നോക്കൂ. ഇത് BJPയുടെ സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും വരുന്നിടത്ത് ഒട്ടിക്കുന്നതിന് പകരം കോൺഗ്രസിൻ്റെയോ തൃണമൂൽ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ ആയിരുന്നെങ്കിൽ ഈ നാട് കത്തിക്കില്ലേ ഇവർ? ബംഗാൾ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടില്ലേ? നോക്കൂ, BJPക്കെതിരെ എത്ര വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നാലും കുഴപ്പമില്ല. നമുക്കത് 2021 മനസ്സിലായതാണ്. 2021 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPക്ക് 77 സീറ്റേ കിട്ടിയുള്ളൂ. അവിടെ വലിയ കൂട്ടക്കുരുതികൾ നടക്കുന്നു. ഏതാണ്ട് 55 പേരെ കൊന്ന് കെട്ടിത്തൂക്കി. ഇതൊക്കെ നടക്കുമ്പോൾ ഒരു കേരളത്തിലെ ഒരു പ്രേക്ഷക, ഒരു വനിത ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ വിളിച്ച് ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്താ ഈ വാർത്തയൊന്നും കാണിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണെന്ന് നമ്മൾ കേട്ടു അല്ലേ? ആ മാധ്യമപ്രവർത്തകർ ഇന്നും മാധ്യമപ്രവർത്തകരായിട്ട് തുടരുന്നുണ്ട്. അവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല. അവർ പറഞ്ഞ ആ മറുപടി ഒരു മാധ്യമപ്രവർത്തകയ്ക്കെന്നല്ല, ഒരു സാധാരണ മനുഷ്യന് പോലും യോജിക്കാത്തൊരു മറുപടിയാണ്. കണ്ട സംഖ്യകളൊക്കെ അടികൊള്ളുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യണ്ടേ? കണ്ട സംഖ്യകളോ? അവർ ഇന്ത്യൻ പൗരന്മാരല്ലേ? അതിനും കുറഞ്ഞ മറുപടി ബംഗാൾ ഇന്ത്യയിലല്ല, അതിപ്പോൾ പാകിസ്ഥാനിലാണെന്നാണ് ഈ വനിതാ മാധ്യമ പ്രവർത്തക എൻ്റെ സുഹൃത്തൊക്കെയാണ്. ബംഗ്ലാദേശിലാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് പരിചയമുള്ള ആളൊക്കെയാണ്. എൻ്റെ ഒരു ആ കുടുംബത്തെയും ഒക്കെ എനിക്കറിയാം. പക്ഷേ ഇത് വളരെ തെറ്റാണ്. എന്നിട്ട് അതിൽ
യാതൊരു മനസ്താപവും ഇല്ലാതെ ആ മാധ്യമപ്രവർത്തകയ്ക്ക് ഏഷ്യാനെറ്റ് വിട്ട് പോകേണ്ടി വന്നു. കുത്തിപ്പോക്കണ്ട, അത്ര ശക്തമായ കുത്തിപ്പോക്കണ്ട, മാധ്യമപ്രവർത്തകൻ മറന്ന സംഭവമാണിത്. അതെ അതെ. അല്ലെങ്കിൽ ഇപ്പൊ ചെന്ന ഇടത്ത് അവർക്കും അറിയാവുന്ന കാര്യമായിരിക്കില്ല, വെറുതെ കുത്തിപ്പോക്കണ്ട. അല്ല, അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് ലോകം മുഴുവനും അറിഞ്ഞൊരു സംഭവമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഈ BJP-യോടുള്ള ഒരു നയം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്കും. കാരണം BJP വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഈ പറഞ്ഞതുപോലെ ഈ ഉഡായിപ്പ് കാണിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഒന്നിനും നിന്ന് പിഴയ്ക്കാൻ പറ്റില്ല. അതൊരു സത്യമാണ്. അതേ തിരിച്ചറിവാണ് ജഹാംഗീർ ഖാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞ ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജിയുടെ വിശ്വസ്തനായിട്ട് നിൽക്കുന്നത്. ഈ അഭിഷേക് ബാനർജി ഇനി ഡയമണ്ട് ഹാർബറിൽ മത്സരിച്ചാൽ വിജയിക്കുമോ? ഒരിക്കലും വിജയിക്കില്ല. തീർച്ചയായിട്ടും. മമത ഇനി ബംഗാളിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ വിജയിക്കുമോ? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തൃണമൂലിന് 19 സീറ്റ് കിട്ടിയല്ലോ. ആ തൃണമൂല് ജയിച്ച ഏതെങ്കിലും സ്ഥലത്ത് രാജിവെപ്പിച്ചിട്ട് മമത മത്സരിച്ച് നോക്കട്ടെ, ജയിക്കുമോ? ഒരിക്കലും ജയിക്കില്ല. മമത 8 നിലയെ പൊട്ടും. കാരണം മമതയെ സഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ബംഗാൾ ജനത സഹിച്ചു എന്നുള്ളതാണ്. അത് ഇപ്പോൾ തിരിച്ചടിക്കുകയാണ്, ജനം തിരിച്ചടിക്കുകയാണ്. അതവർ വോട്ടിങ്ങിലൂടെ തിരിച്ചടി കൊടുക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ജഹാംഗീർ ഖാൻ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ വിശ്വസ്തൻ ആ ജഹാംഗീർ ഖാൻ പ്രഖ്യാപിച്ചത് ഞാൻ മത്സരത്തിനില്ല എന്ന്. വെച്ചാൽ കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അവിടെ തോക്കും എന്ന് ഉറപ്പായി. അങ്ങനെ തോക്കാതിരിക്കാനാണല്ലോ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് നോക്കിയത്, അല്ലേ? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതോടെ മനസ്സിലായി. ഇനി ജയിക്കാൻ ഒരു അവസാന ശ്രമം നടത്തിയതാണ് BJP. തൃണമൂലിന് അറിയാമായിരുന്നു ബംഗാളിലൊരു BJP തരംഗം ഉണ്ടാകുമെന്ന്, ഒരു വൻ തരംഗം ഉണ്ടാകുമെന്ന് ഈ ബംഗാളിലെ തൃണമൂലിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ ജയിക്കാൻ വേണ്ടി ആ ഒരൊറ്റ നീചമാർഗം സ്വീകരിച്ചത്. എന്തായാലും ഈ ജഹാംഗീർ ഖാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു, ഞാൻ ഞാൻ പിൻവാങ്ങുകയാണ് എന്നൊക്കെ. ഈ ഏപ്രിൽ 29 ആണ് അവിടെ വോട്ടെടുപ്പ് നടന്നത്. അന്ന് വലിയ അക്രമം അവിടെ നടന്നു. അവസാനഘട്ട ഈ ഫാൽത്ത മണ്ഡലത്തിൽ വ്യാപകമായിട്ട് അക്രമ സംഭവങ്ങളും ക്രമക്കേടുകളും നടന്നു. അതുകൊണ്ടാണ്, അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഒരു റീപോളിംഗ് അനൗൺസ് ചെയ്തത്. ഈ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, ബൂത്ത് പിടിക്കുക, അതുപോലെ തന്നെ EVM തകരാറിലാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നതായിട്ടാണ് വാർത്തകൾ അവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഈ റിപ്പോർട്ടൊന്നും വ്യാജമല്ല. ഇതൊന്നും നിഷേധിക്കാൻ, രസകരമായ കാര്യം എന്താണെന്നറിയാമോ? ഈ റിപ്പോർട്ടുകളൊന്നും നിഷേധിക്കാൻ തൃണമൂൽ കോൺഗ്രസ് മുതിർന്നിട്ടില്ല, അവർ മുന്നോട്ട് വന്നിട്ടില്ല. അതിന് പകരം ജഹാംഗീർ ഖാൻ പ്രഖ്യാപിച്ചത് എന്താ? ഞാൻ പിന്മാറുകയാണ്. എന്തിനാണോ താൻ പിന്മാറുന്നത്? അതിന് ഉത്തരമില്ല. പക്ഷേ ഈ അഭിഷേക് ബാനർജിക്ക് ഇതൊന്നും ആലോചിക്കാനുള്ള സമയമില്ല. കാരണം സ്വന്തം കിടപ്പാടം പോലും ഇല്ലാതായി പെരുവഴിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. അല്ല, അഭിഷേക് ബാനർജി മാത്രമല്ല, ഭാര്യയ്ക്കും പ്രശ്നമാണ്. ഭാര്യയും ഒരു തവണ ഭാര്യയും ഭർത്താവിനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. ഇനിയിപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലായോ? കൽക്കരിപ്പാടങ്ങൾ ലേലം ചെയ്ത് കൊടുത്തതിൻ്റെ അഴിമതിയാണ്. അത് പഴയ കോൾഗേറ്റ് അഴിമതി ഉണ്ടല്ലോ, നമ്മുടെ ഡൽഹിയിൽ നടന്ന മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നടന്ന അതേ അഴിമതി ഇവിടെയും ആവർത്തിക്കുകയാണ് മമതയുടെ നേതൃത്വത്തിൽ. ഈ അഭിഷേക് ബാനർജി എന്ന് പറയുന്നത് മമതയുടെ അനന്തരവനാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, ആയിരിക്കാം. പക്ഷേ അവരുടെ കൃത്യമായും ബിനാമിയാണ്. ഈ ഐപാക്ക് എന്ന് പറയുന്ന അവരുടെ ഒരു PR ഏജൻസി ഉണ്ട്, ഇവർക്ക് വേണ്ടിയിട്ട് PR പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന. അവിടെയാണ് ED റെയ്ഡ് വന്നത്. അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് പരിശോധിച്ചു. അവിടുന്നാണ് മമത ഓടി വന്ന് ആ വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഒക്കെ ഉണ്ടായിരുന്ന ഫയലും കുറേ മറ്റേ നമ്മുടെ ഹാർഡ് ഡിസ്കും ഇതുമൊക്കെ സ്റ്റോറേജ് ഡിവൈസസ് എല്ലാം എടുത്തുകൊണ്ട് പോയത് അപ്പോഴാണ്. അതാണ് സുപ്രീം കോടതിയിൽ അടക്കം ചോദ്യം ചെയ്യപ്പെട്ടത്. മമതയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി അടക്കം ഉന്നയിച്ചത്. അപ്പോൾ ഇവിടെ ജഹാംഗീർ ഖാന് മനസ്സിലായി തോൽവി ഉറപ്പാണ്, രക്ഷയില്ല. അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. ഞാൻ പിന്മാറുന്നു, മത്സരിക്കാനില്ല എന്ന്. ഇത്രയൊക്കെ ചെയ്ത് ഈ അക്രമങ്ങളൊക്കെ നടത്തി, ബൂത്ത് പിടുത്തം, EVM തകരാറിലാക്കൽ, ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കൽ, ഇതൊക്കെ നോക്കി. പക്ഷേ രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായപ്പോൾ അവസാനം സ്വയം ബലിയാടാകുന്ന മാതിരി ഒരു പ്രഖ്യാപനം, ഞാൻ മത്സരത്തിനില്ല എന്ന്. ഇത് ബംഗാളിലെ ജനതയെ ഒന്നും ഇങ്ങനെ
കണ്ണിൽ പൊടിയിട്ട് മയക്കാനൊന്നും സാധിക്കില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. കേന്ദ്രസേന അവിടെ ഉണ്ട്. അമിത്ഷായുടെ ഡയറക്റ്റായിട്ടുള്ള നിരീക്ഷണവും ജാഗ്രതയും അവിടെയുണ്ട്. ഇപ്പോഴിതാ അധികാരമേറ്റ മുഖ്യമന്ത്രി നല്ല ഒന്നാം തരം പോരാളിയാണ്. മമതയെ നന്ദിഗ്രാമിലും പിന്നീട് ഭവാനിപ്പൂരിലും തോൽപ്പിച്ച് കൈ കൊടുത്ത ആളാണ് സുവേന്ദു അധികാരി. ഒരു കാലത്ത് തൃണമൂലിൽ നിന്നയാളാണ്. ഇന്ന് തൃണമൂലിൻ്റെ അട്രോസിറ്റീസ്, അതിക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ അതിൽ നിന്ന് പുറത്തു വന്ന് BJPക്കൊപ്പം ചേർന്നയാളാണ്. ഇനി മമത ഈ വലിയ വങ്കപ്പെരുമയൊക്കെ പറഞ്ഞ് മമത ഈ BJPയെ ഒരു വങ്കവിരുദ്ധ, ബംഗാൾ വിരുദ്ധ പാർട്ടിയാക്കി ചിത്രീകരിക്കാനൊക്കെ നോക്കി. ഒന്നും വിജയിച്ചില്ല. എല്ലാം മമത ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളും പിഴച്ചു. എല്ലാം മമതയ്ക്ക് തിരിച്ചടിച്ചു. തൃണമൂൽ കോൺഗ്രസ്സിനെ ജനം തൂത്തെറിഞ്ഞു ബംഗാളിൽ നിന്ന്. അതാണ് സത്യം. അത് ഈ പറഞ്ഞ മണ്ഡലത്തിൽ കൂടെ, ഈ ഡയമണ്ട് ഹാർബറിന് കീഴിൽ വരുന്ന ഫാൽത്ത എന്ന ഈ മണ്ഡലത്തിലും അത് സംഭവിക്കും. ജഹാംഗീർ ഖാൻ അവിടെ 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു സംശയവുമില്ല. ഇനി എത്ര മുൻകൂർ ജാമ്യം എടുത്താലും യാഥാർത്ഥ്യം ഇതാണ്. അഭിഷേക് ബാനർജിയുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം. അല്ല അദ്ദേഹത്തിന്റെ കൊൽക്കത്തയിലെ വീട്, അത് പുറമ്പോക്കിലാണ് ആ വീട് വെച്ചിരിക്കുന്നത്. അത് പൊളിക്കാനായിട്ട് ഇപ്പം കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പൊ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതൊക്കെ ഏത് നിമിഷം പൊളിക്കും. പക്ഷേ ഈ കോർപ്പറേഷൻ ആരുടേതാണ്? TMC ആണ്. പക്ഷെ അവർക്കത് ചെയ്തേ പറ്റൂ. അതെ, ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഏത് നിമിഷവും പൊളിക്കും. അതായത് നിയമവിരുദ്ധമായി ചെയ്ത മുഴുവൻ കാര്യങ്ങളും മറുപടി പറയേണ്ടി വരും. തൃണമൂൽ കോൺഗ്രസ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്, ആരാധനാലയങ്ങൾ നിർമ്മിച്ചത് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ, ആസാമിൽ എങ്ങനെയാണോ ഹിമന്ത ബിശ്വ ശർമ്മ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അതുപോലെ ബംഗാളിലും ചെയ്യും. ഒരു സംശയവുമില്ല. ബുൾഡോസർ രാജ് തന്നെ അവിടെ നടപ്പാക്കും. അതിനെതിരെ കോടതിയൊക്കെ സമീപിച്ചു. കോടതിയൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ വിവേചനാധികാരത്തിൽ കൈകടത്താൻ കോടതികൾക്ക് കഴിയില്ല. വളരെ കൃത്യമായിട്ട് പുറമ്പോക്ക് ഭൂമിയിലാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സർക്കാർ അവിടെ ബുൾഡോസർ രാജ് നടപ്പാക്കുന്നത്. പുറമ്പോക്ക് ഭൂമി കയ്യേറി അവിടെ കെട്ടിടം നിർമ്മിച്ചിട്ട് എനിക്ക് ഒഴിഞ്ഞു മാറാൻ സമയം തരണമെന്ന് ആവശ്യപ്പെടുന്നത് എന്ത് നീതിയാണ്, എന്ത് ന്യായമാണ്? നോക്കൂ, വല്ലവരുടെ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി എൻ്റെ ഭൂമിയല്ല, അത് മറ്റൊരാളുടെ ഭൂമിയാണ്. ആ ഭൂമി കയ്യേറി അവിടെ ഞാൻ വലിയ കെട്ടിടമൊക്കെ നിർമ്മിച്ച് സസുഖം അവിടെ താമസിക്കുകയാണ്. അത് ഒഴിപ്പിക്കാനായിട്ട് ഗവൺമെൻറ് വരുമ്പോൾ ഞാൻ കോടതിയിൽ പോയി നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, എനിക്ക് സമയം തരണം. എന്തിനാണ് ഈ അന്യായം ചെയ്തിട്ട്? ഈ ചെയ്ത അന്യായത്തിന് ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അല്ലാതെ അവിടെ ഒഴിഞ്ഞു പോകാൻ സമയം കൊടുക്കുകയല്ല വേണ്ടത്. ആ നിർമ്മാണം ഇടിച്ചു നിരത്തണം, ഒരു സംശയവും വേണ്ട. അതാണ് ഇപ്പോൾ ബംഗാൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ തടസ്സപ്പെടുത്താൻ ആർക്കും കഴിയില്ല. സർക്കാർ ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ജഹാംഗീർ ഖാൻ്റെ ഭാവി മമത ഇപ്പോഴേ പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ മമതയുടെ പ്രവചനങ്ങൾ കേൾക്കാൻ വളരെ രസമുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം മമതയുടെ കൂടുതൽ പ്രവചനങ്ങൾക്കായി.